CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാടിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. റെയ്ഡിനിടെ ലഭിക്കാതിരുന്ന വിവരങ്ങൾക്കായും പിടിച്ചെടുത്ത ബാങ്ക് രേഖകൾ ഉൾപ്പെടെ വിശകലനം ചെയ്ത ശേഷവുമായിരിക്കും സമൻസ് നൽകുക. CMRL കമ്പനി MD SN ശശിധരൻ കർത്ത, മകൻ ശരൺ എസ് കർത്ത, CMRLന്റെ സാമ്പത്തിക IT ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും ചോദ്യം ചെയ്യും. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയതിനെതിരെ CMRL ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഉത്തരവ് റദ്ദാക്കി ED അന്വേഷണം തടയണമെന്നാണ് ആവശ്യം. തിങ്കളാഴ്ച പരിഗണിക്കും. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ ED മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ വീടുകളിലും CMRL ഓഫീസിലും റെയ്ഡ് നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ CPM പ്രവർത്തകരായ പ്രതികൾക്കായി വ്യാപക പരിശോധനയുമായി പോലീസ്. 200-ലേറെ പേരെയാണ് വധശ്രമം അടക്കമുള്ള കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ വാഹനങ്ങൾ ആക്രമിച്ച 25ഓളം പേരുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം എല്ലാവരെയും ദൃശ്യങ്ങൾ പരിശോധിച്ച് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അക്രമം നേരിട്ടതിൽ പോലീസ് വൻ പരാജയമായിരുന്നു എന്ന ആരോപണം ഉയർന്നതോടെയാണ് പ്രധാന പ്രതികളെ എത്രയും വേഗം തന്നെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുന്നത്. എല്ലാവരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. തിരിച്ചറിഞ്ഞ 8 പ്രധാന പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും പോലീസ് ഇറക്കിയിട്ടുണ്ട്. അതേസമയം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ CMRL എക്സാലോജിക് മാസപ്പടി വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കും എതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ 216 പേജുള്ള അന്തിമ അന്വേഷണ റിപ്പോർട്ടിലെ സുപ്രധാന വിവരങ്ങൾ പുറത്തുവന്നു. നിലവിൽ എറണാകുളത്തെ പ്രത്യേക കോടതിയുടെ പരിഗണനയിലുള്ള ഈ റിപ്പോർട്ട് എക്സാലോജിക് കമ്പനി നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെയും വഞ്ചനാപരമായ ഇടപാടുകളുടെയും പൂർണ്ണരൂപം അക്കമിട്ട് നിരത്തുന്നതാണ്. CMRL കമ്പനി ഉടമ ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ മകൻ, കമ്പനിയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, കമ്പനി സെക്രട്ടറി, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാർ, വീണ വിജയൻ, എക്സാലോജിക് ജീവനക്കാർ എന്നിവരെയെല്ലാം വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അന്വേഷണ ഏജൻസി ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ എക്സാലോജിക് ഉൾപ്പെടെ ആകെ 12 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 54 മുതൽ 60 വരെയുള്ള പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് സമ്മറിയിലെ 16, 17, 18, 19 ഖണ്ഡികകളിലാണ് തട്ടിപ്പിന്റെ കൃത്യമായ റൂട്ട് മാപ്പ് ഉള്ളത്. SFIO റിപ്പോർട്ട് പ്രകാരം 2014-15 സാമ്പത്തിക വർഷത്തിൽ വെറും 1 ലക്ഷം രൂപ പെയ്ഡ് അപ്പ് മൂലധനവുമായി ആരംഭിച്ച ഏക വ്യക്തി കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പിൽക്കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. 2021-22 കാലഘട്ടത്തിൽ -66 ലക്ഷം രൂപയുടെ നെഗറ്റീവ് ആസ്തി മൂല്യവും വെറും 5 ലക്ഷം രൂപയുടെ തുച്ഛമായ വിറ്റുവരവുമാണ് കമ്പനിക്കുണ്ടായിരുന്നത്. സ്കൂളുകൾക്കും കോളേജുകൾക്കും വേണ്ടിയുള്ള ഇൻമെക് എന്നൊരു മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാന ഉൽപ്പന്നം. എന്നാൽ ഈ സോഫ്റ്റ്വെയർ പൂർണ്ണമായും പ്രവർത്തനരഹിതവും ഉപയോഗശൂന്യവുമായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ NOCയോ മറ്റ് അനുമതികളോ ആവശ്യമായി വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ സ്ഥാപനങ്ങളോട് വീണയുടെ കമ്പനിയിൽ നിന്ന് സോഫ്റ്റ്വെയർ വാങ്ങാൻ നിർബന്ധിച്ചിരുന്നുവെന്നും IT സൊല്യൂഷൻസിന്റെ പേരിൽ ഇവർ പണം വാങ്ങിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. എന്നാൽ CMRL കമ്പനിയുടെ സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണ് SFIOയുടെ അന്വേഷണ പരിധിയിൽ വന്നത് എന്നതിനാൽ മറ്റ് സ്ഥാപനങ്ങളുമായുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല. പരാജയപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ മാത്രമുണ്ടായിരുന്ന എക്സാലോജിക് കമ്പനിയുടെയും വീണ വിജയന്റെയും പ്രധാന വരുമാന സ്രോതസ് കരിമണൽ കമ്പനിയായ CMRL ആയിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ യാതൊരു സേവനവും നൽകാതെ 2.78 കോടി രൂപയാണ് മാസപ്പടിയായി ഇവർ കൈപ്പറ്റിയത്.